കോഴിക്കോട്ടേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ പ്രതി യാസിർ പിടിയിലായിരിക്കുന്നു എന്നതാണ്. മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റി പരിസരത്ത് നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ദീപക് മലയമ്മ തുടരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ദീപക്, നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് ലഹരി സംഘങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ചായിരുന്നു. നേരത്തെ താമരശ്ശേരിയിൽ സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്തിയ ആഷിഖും ഇന്നിപ്പോൾ ഭാര്യയെ കൊലപ്പെടുത്തുകയും ഭാര്യ മാതാവിനെയും പിതാവിനെയും ക്രൂരമായി ആക്രമിക്കുകയും ചെയ്ത യാസിറും ഇരുവരും സുഹൃത്തുക്കളാണ്, ലഹരിക്ക് അടിമകളാണ് എന്നതാണ് ഇതിൽ പ്രധാനമായും ഉള്ളത്. ആകസ്മികത എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇത്തരത്തിൽ ലഹരി സംഘങ്ങളുടെ വലിയൊരു സ്വാധീനം ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾക്ക് പിന്നിലുണ്ട് എന്നൊരിക്കൽ കൂടി വ്യക്തമാവുകയാണ്. ലഹരി മാഫിയ സംഘങ്ങൾ അങ്ങനെ സജീവമായി തഴച്ചു വളരുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പലപ്പോഴും താമരശ്ശേരിയും പുതുപ്പാടിയും ഉൾപ്പെടുന്ന ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നിരന്തരം അത്തരത്തിലുള്ള വാർത്തകൾ സജീവമായി തന്നെ ഉയരുകയും ചെയ്തിട്ടുണ്ട്. കുറഞ്ഞ നാളുകൾക്ക് മുൻപാണ് സ്വന്തം മാതാവിനെ മകൻ തന്നെ വെട്ടിക്കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. അസുഖബാധിതയായി കിടക്കുന്ന അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തുന്ന മകൻ്റെ മനോനില അന്ന് തന്നെ കേരളം ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവം പുതുപ്പാടി കക്കാട് മേഖലയിൽ ഉണ്ടാകുന്നത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഒരു സ്വന്തം ഭാര്യയെ തന്നെ ഭർത്താവ് കുത്തിക്കൊലപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതും കുടുംബ വഴക്കിനെ തുടർന്ന് എന്നുള്ള ഒറ്റ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എന്നുള്ളത് കൂടി ഓർക്കേണ്ടതുണ്ട്. ഇന്ന് രാവിലെ പ്രതി ഈ മേഖലയിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് നേരത്തെ തന്നെ നാട്ടുകാർ പറയുന്നത്. പിന്നീട് നോമ്പുതുറയുടെ സമയത്ത്, അതായത് ഏതാണ്ട് ആളുകൾ വീട്ടിനകത്തേക്ക് ഒതുങ്ങുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഇവിടെ എത്തുകയും ഈ വീട്ടിലേക്ക് കടന്നു വന്നതിന് ശേഷം കൃത്യമായി നേരത്തെ എന്താണോ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ആ ആസൂത്രണം ചെയ്ത കണക്കിന് തന്നെ കൃത്യമായി അയാൾ നടത്തുകയും പിന്നീട് ഇവിടെ നിന്ന് ധൃതിപ്പെട്ടുകൊണ്ട് സ്വന്തം വാഹനത്തിൽ തിരികെ പോവുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഓരോ ഘട്ടത്തിലും മുന്നോട്ട് പോകുന്ന സമയത്ത് അയാൾക്ക് കൃത്യമായ പ്ലാനുകൾ ഉണ്ടായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഈ ബാലുശ്ശേരി മേഖലയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ എസ്റ്റേറ്റ് മുക്കിലെ പെട്രോൾ പമ്പിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് 2000 രൂപയ്ക്ക് വാഹനത്തിനകത്ത് പെട്രോൾ നിറയ്ക്കുന്നു. അവിടെ വെച്ച് പണം നൽകാതെ അദ്ദേഹം തിരിച്ചു പോവുകയാണ്. അവിടെ നിന്ന് പിന്നീട് പോലീസ് ആ ഘട്ടം മുതൽ തന്നെ പരിശോധനകൾ നടത്തുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ഇദ്ദേഹം തമ്പടിക്കുന്ന വള്ളിയാട് ഉൾപ്പെടെയുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടത്തി. തലയാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടത്തി. ആ ഘട്ടത്തിലൊന്നും തന്നെ പ്രതിയിലേക്ക് കൃത്യമായി എത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഏതാണ്ട് 5 മണിക്കൂർ പിന്നിടുമ്പോഴാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റി പരിസരത്ത് വെച്ച് ഇദ്ദേഹത്തെ നാട്ടുകാർ ഉൾപ്പെടെ കാണുന്നതും പിന്നീട് പോലീസ് ഇദ്ദേഹത്തെ പിടികൂടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വാഹനം പൂർണ്ണമായും മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന്റെ പരിസരത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രതിയെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ താമരശ്ശേരിയിൽ നിന്നുള്ള പോലീസ് സംഘം അവിടേക്ക് എത്തിയതിനു ശേഷം മാത്രമായിരിക്കും പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്ന നടപടിയിലേക്ക് കടക്കുക. എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് ഏതൊക്കെ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്, നിയമപരമായിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കുന്നതിലേക്ക് പോലീസിന് കടക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ യാസിർ കൊലപ്പെടുത്തിയിട്ടുള്ള ഷിബിലയുടെ മാതാവും പിതാവും നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് അല്പം ആശ്വാസകരമായ കാര്യം. എന്നാൽ പോലും അവരുടെയൊക്കെ മൊഴി പോലീസിന് വിശദമായി തന്നെ രേഖപ്പെടുത്തേണ്ടി വരും. ഒപ്പം തന്നെ ഈ കൃത്യം എന്തിനാണ് നടത്തിയത് എന്നുള്ളത് സംബന്ധിച്ച് യാസറിൽ നിന്ന് തന്നെ കൃത്യമായ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഏതൊക്കെ രീതിയിലാണ് അയാൾ ആസൂത്രണം നടത്തിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇതിലേറ്റവും ദുഃഖകരമായ സാഹചര്യം എന്ന് പറയുന്നത് നേരത്തെ വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ, നേരത്തെ ഞാൻ ആദ്യം തൊട്ട് പറയുന്നത് പോലെ തന്നെ, സ്വന്തം മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ 25-കാരനായ ആഷിഖുമായി സൗഹൃദം പങ്കിടുന്നയാളാണ് ഈ പറയുന്ന യാസിർ എന്ന് പറയുന്നയാൾ. ഏതാണ്ട് 26ഓളം വയസ്സ് മാത്രമാണ് ഉള്ളത്. അയാൾ ഇന്നിപ്പോൾ ലഹരിക്കടിമപ്പെട്ട് മുന്നോട്ട് പോകുന്ന ജീവിതവുമായി നിൽക്കുന്ന ഒരാളാണ്. അയാൾ ഇന്നിപ്പോൾ വീട്ടിലേക്ക് എത്തി സ്വന്തം ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തുന്ന ഘട്ടത്തിൽ കേവലം 3 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞുകൂടി ഈ വീട്ടിലുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അത്രത്തോളം മനോനില തെറ്റിയ നിലയിലുള്ള പ്രതികരണമാണ് യാസിറിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഒരു കുടുംബ പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കാനുള്ള നീക്കങ്ങൾ പല വിധത്തിൽ പല നാടുകളിൽ ആളുകൾ ഇടപെട്ട് ഉണ്ടാകാറുണ്ട്. അത്തരം ഇടപെടലുകൾ കക്കാട് മേഖലയിൽ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് പരിഹരിക്കാൻ ഉതകുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ യാസിറിന് താല്പര്യമുണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇടപെട്ട ആളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ ഇവിടേക്ക് എത്തുന്നു, പിന്നീട് വൈകിട്ടെത്തി കൃത്യം നടത്തി തിരിച്ചു പോകുമ്പോൾ പോലും ആ കൃത്യം നടത്തി അത് കൃത്യതയിൽ എത്തിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന നിലയിലേക്ക് അയാളുടെ മനോനില മാറുന്നുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ സംശയിക്കാൻ. കാരണം ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ അയാൾ പിടിയിലാകുമ്പോൾ ഏതാണ്ട് 5 മണിക്കൂർ പിന്നിട്ട് പോലീസിന്റെ കയ്യിലേക്ക് അയാൾ എത്തുന്ന സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്നത് ഷിബില മരിച്ചു കിടക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിക്ക് സമീപമുള്ള മേഖലയിൽ തന്നെയാണ് എന്നുള്ളതാണ്. ആ വാഹനത്തിനകത്ത് തമ്പടിച്ച് അവിടെ നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് നാട്ടുകാർ ഇടപെട്ട് പിടികൂടുന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു. പോലീസ് ഈ വാഹനത്തിന്റെ നമ്പർ ഉൾപ്പെടെ ഔട്ട് ചെയ്യുന്ന സ്ഥിതിവിശേഷമൊക്കെ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഘം വളർന്നു വരുന്നു. ആ സംഘത്തിന്റെ പ്രായപരിധി പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കേവലം 30 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള യുവാക്കളാണ് ഈ ഒരു സംഘത്തിന്റെ ഭാഗമായി മാറുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഈ താമരശ്ശേരിയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി
നാളുകളായി നിരന്തരം ഇത്തരത്തിൽ ലഹരികൾ പിടികൂടുന്ന വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഷഹബാസിന്റെ കൊലപാതകം കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് കുഞ്ഞു കുട്ടികൾ തമ്മിലുള്ള തർക്കം പോലും ആ തരത്തിൽ കൊലപാതകം നടത്തുന്ന മനോനിലയിലേക്ക് എത്തിപ്പോകുന്നു എന്നുള്ളതാണ്. അതേ രീതിയിൽ തന്നെ സമാനമായ സാഹചര്യം ഇപ്പോൾ ഇവിടെ കക്കാടും രൂപപ്പെട്ടിരിക്കുന്നു യാസിറിന്റെ കാര്യത്തിൽ എന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇനിയിപ്പോൾ യാസിർ ഈ കൃത്യം നടത്തുന്നതിലേക്ക് യാസിറിനെ നയിച്ച കാര്യങ്ങൾ അത് കേവലം ലഹരിയുടെ അടിപ്പെട്ടതിന്റെ ഭാഗമായി മാത്രമാണോ, അല്ലെങ്കിൽ ഈ ഒരു സ്നേഹത്തിൽ നിന്ന് ഉടലെടുത്ത മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു വികാരവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികാരവുമാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. അത് പോലീസിനെ സംബന്ധിച്ച കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമ്പോൾ മാത്രമായിരിക്കും ആ കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരിക. ആ നിലയ്ക്ക് പോലീസിന്റെ നടപടികൾ ഇനി പുരോഗമിക്കാനുണ്ട് എന്നുള്ളത് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന പ്രതി യാസിറിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുന്നു. ആ വാഹനവും പൂർണ്ണമായും പോലീസ് മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് നിന്ന് മാറ്റി